പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഗുരുതരമായി പരിക്കേറ്റെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ നെതന്യാഹു ജെറുസലേമിലെ സൈനിക ആശുപത്രിയിലാണെന്നും അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും ഇറാനിയൻ ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനിൽ നടന്ന ഇരട്ട സ്ഫോടനത്തിന് ഹിസ്ബുള്ള കനത്ത തിരിച്ചടി നൽകിയത് നെതന്യാഹുവിൻ്റെ നേർക്കാണെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. ഇറാനിൽ ഇരട്ട സ്ഫോടനത്തിൽ 103 പേർ കൊല്ലപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ മുൻ സൈനിക മേധാവി ജനറൽ ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിന്റെ 4ാം വാർഷികത്തിൽ അദ്ദേഹത്തിന്റെ ശവകുടീരത്തിന് സമീപം നടന്ന സ്ഫോടനത്തിൽ 103 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നിൽ ഇസ്രായേലാണെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഹിസ്ബുള്ള പ്രതികരിച്ചിരുന്നു. പിന്നാലെയാണ് പെട്ടെന്ന് തന്നെ ഹിസ്ബുള്ള നൽകിയ തിരിച്ചടിയിൽ നെതന്യാഹുവിന് ഗുരുതരമായി പരിക്കേറ്റതായി പറയുന്നത്. വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുകയാണെന്നാണ് വിവരം. എന്നാൽ യുദ്ധ പശ്ചാത്തലത്തിൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കാനാകുമെന്നാണ് ബൈഡനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും പങ്കുവയ്ക്കുന്നതെന്നും പറയുന്നു. ഇറാന്റെ തെക്കുകിഴക്കൻ നഗരമായ കെർമാനിലാണ് കഴിഞ്ഞ ദിവസം സ്ഫോടനമുണ്ടായത്. ആദ്യത്തെ സ്ഫോടനം ജനറൽ സുലൈമാനിയുടെ ശവകുടീരത്തിൽ നിന്ന് 700 മീറ്റർ അകലെയും രണ്ടാമത്തേത് 1 കിലോമീറ്റർ അകലെയുമായിരുന്നു. ഇറാനിൽ ഏറെ ജനകീയനായിരുന്ന സുലൈമാനിയുടെ ചരമവാർഷികത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനായി ശവകുടീരത്തിൽ അനേകം പേർ ഒത്തുകൂടിയിരുന്നു. ഇവരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിലേറെയും എന്നാണ് റിപ്പോർട്ട്. സ്ഫോടക വസ്തുക്കൾ നിറച്ച 2 സ്യൂട്ട് കേസുകൾ പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനമുണ്ടായതെന്ന് ചില ഇറാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യ സ്ഫോടനം പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2:50ഓടെയും രണ്ടാമത്തേത് 15 മിനിറ്റുകൾക്ക് ശേഷവുമാണ് നടന്നത്. ഇറാൻ സേനാ തലവനായിരുന്ന ഖാസിം സുലൈമാനി 2020 ജനുവരി 3-ന് ബാഗ്ദാദ് വിമാനത്താവളത്തിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. ഡ്രോൺ ആക്രമണത്തിൽ അദ്ദേഹത്തെ കൊന്നത് തങ്ങളാണെന്ന് US അവകാശപ്പെട്ടിരുന്നു. അതേസമയം വെടിനിർത്തണമെന്ന രാജ്യാന്തര അഭ്യർത്ഥന തള്ളിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഗാസയിലെ ആക്രമണം മാസങ്ങളോളം തുടരുമെന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം നേടാൻ സമയമെടുക്കുമെന്നതിനാൽ യുദ്ധം നീളുമെന്നും ഇസ്രായേൽ സൈനിക മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ് TV പ്രസംഗത്തിൽ നെതന്യാഹുവും ആവർത്തിച്ചിരുന്നത്. ഗാസയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാൻ യൂനിസിലാണ് ഇസ്രായേൽ ടാങ്കുകൾ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഹമാസുമായുള്ള തെരുവ് യുദ്ധം തുടരുന്നതിനിടെ സെൻട്രൽ ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പുകളിലടക്കം കനത്ത ബോംബാക്രമണമാണ് കഴിഞ്ഞ രാത്രിയിലും ഇസ്രായേൽ നടത്തിയത്. അതിനിടെയായിരുന്നു നെതന്യാഹുവിൻ്റെ നേർക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണമെന്നും പറയുന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കരീം നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പുകളിൽ നടത്തിയ വെടിവയ്പിൽ 17 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 21,822 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇതിൽ 70% സ്ത്രീകളും കുട്ടികളുമാണ്. ഗാസയിലെ 40% ജനങ്ങളും പകർച്ചവ്യാധി ഭീഷണിയിലായിരുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി അറിയിക്കുകയുണ്ടായി. മാസങ്ങളായി തുടരുന്ന ബോംബാക്രമണം മൂലം 70% വീടുകളും തകർന്നതായി ഗാസ അധികൃതർ പറയുന്നുണ്ട്. എന്നാൽ ഗാസയിലേക്ക് കപ്പൽ വഴി ജീവകാരുണ്യ സഹായം എത്തിക്കാൻ ഇസ്രായേൽ അനുമതി നൽകിയിരുന്നു. സൈപ്രസ് തുറമുഖമായ ലർക്കാനയിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലിൽ 370 കിലോമീറ്റർ അകലെയുള്ള ഗാസ തീരത്ത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. 4 യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ദൗത്യത്തിനാണ് അനുമതിയെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി പറയുകയുണ്ടായി. 2007 ഗാസയുടെ ഭരണം ഹമാസിന് ലഭിച്ച ശേഷം ഇതാദ്യമായാണ് മെഡിറ്ററേനിയൻ സമുദ്രപാത ഇസ്രായേൽ തുറന്നുകൊടുത്തത്. ഇസ്രായേൽ ഉപരോധം മൂലം ഈജിപ്ത് വഴിയാണ് നിലവിൽ ഗാസയിലേക്കുള്ള സഹായങ്ങൾ എത്തിയത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ കപ്പലുകളാണ് ഗാസ തീരത്ത് സഹായം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഗാസയിലെ പകുതി ജനങ്ങളും ഏകദേശം 22 ലക്ഷം ജനങ്ങൾ പട്ടിണിയിലാണെന്നാണ്. താൻ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മാനുഷിക ദുരന്തമാണ് ഗാസയിൽ നടക്കുന്നതെന്നാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിലെ ചീഫ് ഇക്കണോമിസ്റ്റ് ആരിഫ് ഹുസൈൻ പറയുന്നത്. അവിടുത്തെ ജനങ്ങളിൽ 20% കൊടും പട്ടിണിയിലാണെന്നും ആരിഫ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യമൻ, ദക്ഷിണി സുഡാൻ, വടക്ക് കിഴക്കൻ നൈജീരിയ, എത്യോപ്യ തുടങ്ങിയവരിലൊന്നും കാണാത്തത്ര ഭീകരതയാണ് ഗാസയിലുള്ളതെന്നും പറയുന്നുണ്ട്. ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്ന യുദ്ധത്തിൽ ഇതുവരെ 20,000-ന് മുകളിൽ പാലസ്തീനികൾ ഗാസയിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഹമാസ് തങ്ങളുടെ രാജ്യത്തെ അതിക്രമിച്ചു കയറി 1200ഓളം ജനങ്ങളെ കൊന്നൊടുക്കുകയും 100-ലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തതിൻ്റെ തിരിച്ചടിയായാണ് ഇസ്രായേൽ ഈ യുദ്ധത്തെ ന്യായീകരിക്കുന്നത്. ഗാസയുടെ പകുതിയിലേറെ പ്രദേശങ്ങളും ആ നാടിൻ്റെ സാമ്പത്തികാവസ്ഥയും ഒരുപോലെ തകർത്തെറിയപ്പെട്ടിരിക്കുകയാണ്. വെള്ളം, ഇന്ധനം, ഭക്ഷണം, മരുന്നുകൾ എന്നിവയ്ക്ക് ഇസ്രായേൽ യുദ്ധത്തിന് മുന്നേ തന്നെ ഇറക്കുമതി നിരോധനം ഏർപ്പെടുത്തിയിരുന്നതിനാൽ ഗാസ ഒക്ടോബർ 7-ന് മുമ്പ് തന്നെ വറുതിയിലായിരുന്നു. യുദ്ധം അതിനെ ഏറ്റവും മോശം അവസ്ഥയിലാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. സഹായങ്ങളുമായി വരുന്ന വാഹനങ്ങൾ റാഫയിൽ പാതിവഴിയിൽ തന്നെ തടഞ്ഞു നിർത്തി ഭക്ഷണം പരതുന്ന അവസ്ഥയിലാണിപ്പോൾ ഗാസക്കാർക്കെന്നാണ് ഐക്യരാഷ്ട്രസഭ പ്രതിനിധി ഫിലിപ്പി ലസാറിനി ജനീവയിൽ നടന്നൊരു യോഗത്തിൽ വെളിപ്പെടുത്തിയത്. ഗാസയിൽ എവിടെ പോയാലും വിശന്ന മനുഷ്യരെ കാണാനാവുന്നുണ്ട്.
അവർ നിരാശയിലും ഭീതിയിലുമാണെന്നും ഫിലിപ്പിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സാധാരണ മനുഷ്യരെ പട്ടിണിക്കിടുന്നത് ഒരു യുദ്ധരീതിയായി ഇസ്രായേൽ ഉപയോഗിക്കുകയാണെന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആരോപിക്കുന്നത്. ഹമാസിനോടുള്ള പ്രതികാരത്തിന് സാധാരണക്കാരെയാണ് ഇസ്രായേൽ ശിക്ഷിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. 2 മാസത്തിലേറെയായി ഗാസയിലെ ജനങ്ങൾക്ക് ആഹാരവും വെള്ളവും നിഷേധിക്കുകയാണ് ഇസ്രായേൽ. ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നൊരു യുദ്ധരീതിയുടെ ഭാഗമായി സാധാരണക്കാരെ പട്ടിണിക്കിടുകയാണെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ഇസ്രായേൽ പലസ്തീൻ ഡയറക്ടർ ഒമർ ഷക്കീർ പറയുന്നുണ്ടായിരുന്നു. അതേസമയം ഇസ്രായേൽ ആരോപിക്കുന്നത് ഗാസയിലെ ജനങ്ങളുടെ ദുർവിധിക്ക് കാരണം തങ്ങളല്ല എന്നാണ്. ഹമാസ് ആണെന്നാണ് ഇതിന് ഉത്തരം. ഗാസയിൽ മനുഷ്യ സഹായങ്ങൾ ലഭിക്കുന്നതിൽ തങ്ങൾ തടസ്സം നിൽക്കുന്നില്ലെന്നും എന്നാൽ അവിടെ എത്തിക്കുന്ന എണ്ണയും ഭക്ഷണവും അടക്കം സഹായങ്ങൾ ഹമാസ് തട്ടിയെടുത്ത് അവരുടെ മാത്രം കാര്യത്തിന് ഉപയോഗിക്കുകയാണെന്നുമാണ് ഇസ്രായേൽ സർക്കാർ വക്താവ് ഇലോൺ ലെവി പറയുന്നത്. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ ഭരണകൂടം പ്രതിജ്ഞ ചെയ്തതാണ് ഒരു തരത്തിലുള്ള മാനുഷിക സഹായം സ്വീകരിക്കുന്നതിനും ഗാസയെ അനുവദിക്കില്ലെന്ന്. ഒക്ടോബർ 9 പ്രതിരോധ മന്ത്രി യോവ് ഗല്ലൻ പരസ്യമായി പറഞ്ഞത് ഗാസയിൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്താൻ താൻ ഉത്തരവ് ഇട്ടിരിക്കുന്നുവെന്നാണ്. വെള്ളമോ ഭക്ഷണമോ വൈദ്യുതിയോ ഒന്നും ലഭിക്കില്ല എന്നായിരുന്നു ഗല്ലിൻ്റെ തീരുമാനം. ആദ്യ 2 ആഴ്ച അങ്ങനെ തന്നെയായിരുന്നുവെന്നാണ് പറയുന്നത്. നവംബർ 18 മുതലാണ് മാനുഷിക സഹായങ്ങൾ ചെറിയ തോതിലെങ്കിലും ഗാസക്കാർക്ക് കിട്ടിത്തുടങ്ങിയത്. സമീപ ആഴ്ചകളിലായി ഭക്ഷണം, മരുന്ന്, വെള്ളം, ഇന്ധനം തുടങ്ങിയവ എത്തിക്കുന്ന വാഹനങ്ങൾ നിയന്ത്രണത്തോടെയാണെങ്കിലും കടത്തിവിടാൻ ഇസ്രായേൽ തയ്യാറായിരുന്നു. ഇപ്പോൾ എത്തുന്ന സഹായം പോലും ഒന്നുമാകില്ലെന്നാണ് യാഥാർത്ഥ്യം. മാസങ്ങൾ മാത്രമായ കുഞ്ഞുങ്ങൾ തൊട്ട് വൃദ്ധർ വരെ വിശപ്പ് മാറാതെ കരയുകയുമാണ്. ഭക്ഷണവണ്ടികൾക്ക് നേരെ ആളുകൾ ഓടിയെത്തുന്നതും കാണുന്ന കാഴ്ചയാണ്. സ്വയം ആഹാരം പാകം ചെയ്യാൻ ഒന്നും തന്നെ ഗാസയിലില്ലെന്നാണ് ന്യൂയോർക്ക് ടൈംസും പറയുന്നത്. ധാന്യങ്ങളോ പഴങ്ങളോ പയറുവർഗ്ഗങ്ങളോ ഒന്നും തന്നെ എത്തിയിട്ടുമില്ല. ഭക്ഷണം ഒപ്പിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഇവിടുത്തെ മനുഷ്യരുടെ ഓരോ ദിവസത്തെയും പ്രയത്നമെന്നാണ് ഇൻ്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പിലെ അനലിസ്റ്റുകൾ പറയുന്നത്. യുദ്ധത്തിന് മുമ്പ് റാഫയിൽ 1000 രൂപയ്ക്ക് ഒരു ചാക്ക് ധാന്യമാവ് കിട്ടുമായിരുന്നെങ്കിൽ ഇന്നത് 10,000-നും 13,000-നും മുകളിൽ പണം കൊടുക്കണമെന്നാണ് ആ നാടിൻ്റെ നിലവിലെ അവസ്ഥ. ഇപ്പോൾ അല്പമെങ്കിലും സുരക്ഷിതമെന്ന് പറയാവുന്ന മുനമ്പിലെ ഒരേയൊരു ഭാഗമാണ് റാഫ. മുമ്പുണ്ടായിരുന്ന റാഫ അല്ല ഇപ്പോൾ ഉള്ളത്. ആയിരങ്ങൾ അവിടെ അഭയാർത്ഥികളായി തമ്പടിക്കാൻ തുടങ്ങിയതോടെ ആഹാര സാധനങ്ങളൊക്കെയും തീവിലയായി. 1.5 രൂപയ്ക്ക് ഒരു കഷ്ണം ട്യൂണ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അതേ കഷ്ണത്തിന് 120-ന് മുകളിൽ കൊടുക്കേണ്ടതായുണ്ട്. 100 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഉപ്പിലിട്ട് സൂക്ഷിക്കുന്ന ഇറച്ചിക്ക് ഇപ്പോൾ 1000 രൂപയോളടുത്തമാണ്. സ്വന്തം വീടും നാടും വിട്ട് ഇങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നവർക്ക് ഉടുതുണിയില്ലാതെ ഒന്നും തന്നെ സ്വന്തമായി ഉണ്ടായിരുന്നില്ല. 1 രൂപ പോലും കയ്യിലില്ലാത്ത മനുഷ്യർക്ക് സാധനങ്ങൾ വാങ്ങി ഭക്ഷണം ഉണ്ടാക്കുകയെന്നത് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യമാണെന്നും അവർ പറയുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലുകൾ ചെങ്കടൽ വഴി കടത്തിവിടലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹൂതികൾ പിടിച്ചെടുത്ത ഗാലക്സി ലീഡർ കപ്പൽ 40 ദിവസമായിട്ടും വിട്ടു നൽകിയിട്ടില്ല. യമനിലെ ഹുദൈദ പ്രവിശ്യയിലെ തുറമുഖത്താണ് അടുപ്പിച്ച കപ്പലിൻ്റെ നിയന്ത്രണം ഇപ്പോഴും ഹൂതി സായുധ വിഭാഗത്തിനാണുള്ളത്. ജാപ്പനീസ് കമ്പനിക്കാണ് ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലുള്ള കപ്പലിൻ്റെ നടത്തിപ്പ് ചുമതല. 25 ജീവനക്കാരുള്ള ഈ ചരക്ക് കപ്പലിന് ഇസ്രായേലി സമ്പന്നനായ എബ്രഹാം റാമി ഉങ്കറുമായി ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ട്. കപ്പൽ പിടിച്ചെടുത്തത് അനീതിയാണെന്നും കപ്പലിനെയും അതിലെ ജീവനക്കാരെയും ഉടനടി നിരുപാധികം മോചിപ്പിക്കണമെന്നും UN-ലെ ജപ്പാൻ പ്രതിനിധി യമാസാക്കി കുക്കുസിയ UN രക്ഷാ കൗൺസിലിൽ ആവശ്യപ്പെട്ടിരുന്നു. 2023 നവംബർ 19-നാണ് ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ചരക്ക് കപ്പലിൻ്റെ നിയന്ത്രണം ഹൂതികൾ പിടിച്ചെടുത്തത്. യുക്രൈൻ, മെക്സിക്കോ, ഫിലിപ്പീൻസ്, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിലെ ജീവനക്കാർ. അവർക്കും കടുത്ത മനുഷ്യാവകാശ ലംഘനം കപ്പലിൽ ഏൽക്കേണ്ടി വരുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ.